പൊങ്ങട്ടെ, അങ്ങനെ പൊങ്ങട്ടെ. അല്ല, ഇവിടെ നിന്ന് ചാടാൻ പോവാണ്. കൊടുക്കാം. നമ്പർ പ്ലേറ്റ് ഒടിഞ്ഞു പോയി ഗൈസ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഉണ്ടല്ലേ, ശൂന്യമായി കിടക്കുന്ന ഗ്രൗണ്ട്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ, ബേക്കിലൊന്നും ആരുമില്ല. അപ്പം വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് സംസാരിക്കാം. അയ്യോ ഗൈസ്, ഇതെന്തൊരു പാടുന്നാണ്. കഴിഞ്ഞോടെ വരുന്ന സ്റ്റണ്ടിൽ വന്നപ്പോൾ വണ്ടി ഓഫായി പോയി. ഇപ്പോൾ തന്നെ സ്റ്റാർട്ടാക്കിയിട്ട് വന്ന വണ്ടിയാണ്. ഇപ്പോൾ മീറ്ററൊന്നും കാണിക്കുന്നില്ല. ഐ തിങ്ക് വണ്ടിയുടെ ഫീസ് അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. അയ്യോ, എന്നാലും ഞാൻ ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്നതല്ലേ. ഈ വണ്ടിക്ക് സ്റ്റണ്ടിന് കൊണ്ടുവരുന്ന ഇഷ്ടമല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അന്ന് വന്നപ്പോൾ ഇതിനൊക്കെയായിരുന്നു വണ്ടി പണി കാണിച്ചത്. ഫീസൊക്കെ ഉണ്ടല്ലോ, ഫീസിന് കുഴപ്പമൊന്നുമില്ല. മുട്ടം പണിയായി പോയല്ലോ. വീഡിയോ വേണ്ടിയിട്ട് കംപ്ലൈൻറ്റ് ആയതിൻ്റെ മാറ്റില്ല. എളുപ്പം തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സീറ്റിൻ്റെ അടിയിൽ നിന്ന് അഴിച്ചത് ആ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ മനസ്സിലായി. ഇപ്പം പിടികിട്ടി. ഇതേ കിൽ സ്വിച്ച്, നമ്മളെ ഇഗ്നീഷ്യത്തിൻ്റെ സ്വിച്ചില്ലേ, അതിൻ്റെ കുഴപ്പമാണ്. അത് ലൂസ് കണക്ഷൻ ആയിരുന്നു കേട്ടോ, അത് മാത്രം നോക്കിയില്ല. ഓക്കെ അപ്പോൾ വണ്ടി ചതിച്ചല്ല. ഓക്കെ, അപ്പം അങ്ങോട്ട് നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വണ്ടി കഴുകി കുളിപ്പിച്ച് കൊണ്ടുവച്ചിരിക്കുകയാണ്. അന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ഓഫ് റോഡ് കാര്യങ്ങൾ കഴിഞ്ഞത്. ടയർ പോളിഷ് വരെ ചെയ്ത് സുന്ദരം കൊട്ടപ്പനാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇന്നാണ് വണ്ടി എടുത്തുകൊണ്ട് വന്നത് ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഒന്ന് ഉഴുതു മറിക്കാനായിട്ടാണ്. എന്ന് വെച്ചാൽ സ്റ്റണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടായിരുന്നു. ഒരുപാട് നാളെ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ എല്ലാം വിട്ടുപോയി. പ്രാക്ടീസ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ വീൽ ഇടി സ്റ്റോപ്പ് ഇടിയൊന്നുമല്ല. ഞാൻ നോക്കി നിൽക്കുക. ഒരു ടയർ ഇട്ടാണെങ്കിൽ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. ഇത് പൊളിയാ, വണ്ടി കയറണം, വലിച്ചെടുത്തോണ്ട് കയറും ഓഫ് റോഡൊക്കെ. പൊളിയാ. ഫോർക്കും പൊക്കി. ഇതാണ് വെയിറ്റ് കയറ്റിയതാ. അതിന്റെ മുകളിലോട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റിയതാ. നോക്ക് അപ്പം നമ്മളെ വണ്ടി നൗഫാന് ഓഫ് റോഡ് അടിക്കാൻ വേണമെന്നാണ് പറയുന്നത്. അപ്പം അത് കയറ്റിയപ്പോൾ കൊള്ളാം കേട്ടോ. ഈ പൊക്കത്ത് കൂടെ വണ്ടി കയറ്റിയപ്പോൾ കൊള്ളാം, സുഖമായിട്ട് കയറി എന്ന്. അപ്പോൾ ഒന്നുകൂടെ കയറ്റി നോക്കട്ടെ. അയ്യോ എൻ്റെ പൊന്നെ, എന്ത് സിമ്പിളായിട്ട് കയറുന്നു നോക്കിയോ. ഞാൻ കാലും ഒരു തര കുത്തിരുത്താണ്. എൻ്റെ പൊന്നെ, തറയൊക്കെ കിളച്ച്. ചെറിയ 2-3 ഡ്രിഫ്റ്റ് കത്തായില്ല. 1-2 ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. കാണിച്ചപ്പോഴേ തറയുടെ മണ്ണിൻ്റെ അവസ്ഥ നോക്കിയേ. ഈ ടയർ ഇട്ടുകൊണ്ട് കാണിച്ചോണ്ടാണ് കേട്ടോ. ഫുള്ള് കിളച്ച് ഉഴുത് മറിച്ചെന്ന് പറയാൻ വേണമെങ്കിൽ. നോക്കി മണ്ണൊക്കെ തെറിച്ച് പോയി. അപ്പോൾ നമ്മളെ 220 കൂടെ നൗഫാദ് ഇനി കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. സ്റ്റണ്ടിങ് അല്ല, ജസ്റ്റ് ഒന്ന് ഓഫ് റോഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം അല്ലേ? ഓഫ് റോഡ് ട്രൈ ചെയ്യും. ഓക്കെ, ഇല്ല കുഴപ്പമില്ല. ഇത് അങ്ങനെ പോണൊരു വണ്ടിയാണ് ഇപ്പോൾ. ഇത് പക്ക അഡ്വഞ്ചറാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അവിടുത്തെ ജമ്പും കാര്യങ്ങളൊക്കെ നൗഫാനെ കൊണ്ട് അടുപ്പിക്കാം കേട്ടോ നമുക്കിപ്പോൾ. ഓരോന്നോരോന്നായിട്ട് ഊരിപ്പോയി. ഡ്രിഫ്റ്റ് അടിക്കുകയാണ് വണ്ടി കൊണ്ട്.
മോനെ റോഡ് കിടക്കണ നോക്കിയേ ഫുള്ള് കിളച്ചല്ലേ തെറിച്ച് മണ്ണല്ല അവിടെ ഓ JCB എന്നാണ് കഴിപ്പോയി ഇവിടെ എന്റെ പൊന്നെ നോക്കി ഫുള്ള് ഇതാ പറ്റോ അല്ലാ പറ്റത്തില്ല അല്ലേ മനുഷ്യന്മാരെ കണ്ട് പറ്റാത്ത വല്ലോ അടുത്ത ചെമ്പാറ്റി പോവാ വണ്ടി ഇത് ചാടിയിട്ടുണ്ടോ ഈ വണ്ടി ഇവിടുന്ന് താഴെ അങ്ങനെയൊക്കെ ജമ്പിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇത്രയും പൊക്കത്തിൽ നിന്നും ചാടിയിട്ടില്ല. ഐ തിങ്ക് കുഴപ്പമില്ലായിരിക്കാം. കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പണിയാം. പെർഫോമൻസ് നോക്കിയാണ് ഇത് ചാടിയ വണ്ടിക്ക് ഒരു പൊന്നയ്യാണ് കൊടുക്കാം. എന്തിനാണ് സൗണ്ട് കേട്ട്? ആ ഇതാണ് സൗണ്ട് കേട്ടത്. അപ്പം നമ്പർ പ്ലേറ്റ് അടിഞ്ഞു പോയി ഗായ്സ്. എന്റെ പൊന്നളിയാ പകുതിയില്ല ഇത് സംഭവമേ. അയ്യോ അത് നമുക്ക് അടിക്കാം. അതടിയാ സീനില്ല. പിന്നെ ഞാൻ ഷോക്കിന്റെ സൗണ്ട് ആയിരിക്കുമെന്ന് സൗണ്ട് കേട്ടു. സംഭവിക്കുമെന്ന്. സംഭവം എന്താണെന്നറിയാവോ? വണ്ടി ഒന്ന് തറയിൽ ഇടിച്ചപ്പം ടയറിന് കട്ടയിൽ ഇടിച്ച് ഗായ്സ്. അപ്പൊ ഞാൻ ഓടിച്ച് എന്നെ അടുത്ത് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ പൈസ തന്നാ മതി. എത്ര രൂപ? ഞാൻ ചുമ്മാ അറിഞ്ഞോ പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു പറയണം. പൊളി ആണല്ലേ? ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അടിക്കണം കേട്ടോ. അടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ജമ്പ് അടിച്ചാൽ നമ്പർ പറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്പർ ഇങ്ങനെ വളച്ചു വെച്ചിരുന്നെങ്കിൽ പൊട്ടത്തില്ല. കാരണം അത് ഈ ടയർ വന്ന് ഷോക്ക് അടിച്ച സമയത്ത് ഊരി വെച്ചാലും മതിയായിരുന്നല്ലേ? ഊരി വെച്ചാലും മതിയായിരുന്നു. അത് നമ്മൾ ഒരു തവണ ചെയ്ത് സംഭവിക്കുമ്പോഴല്ലേ നമുക്ക് മതി മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റിലത്തെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഇതാ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല. അത് കിട്ടി. പിന്നെ നമ്മളെ സനൽബ്രോടെ വണ്ടി വേറെ ലെവൽ കേട്ടോ. എന്തായാലും വണ്ടി ജമ്പടിക്കാനൊക്കെ പൊളിയാണ് കേട്ടോ. വേറെ കുഴപ്പങ്ങളും കാര്യമൊന്നും പറ്റില്ല. സൂപ്പറായിട്ട് ചാടി ഞാൻ അടിക്കാനി. ഓക്കെ, ആദ്യത്തെ ബ്രോ വന്നിട്ടുണ്ട്. അതും 220 ആണ് കേട്ടോ. അത് കിറ്റും ഒന്നും ഇല്ലാത്ത 220. ഓഫ് റോഡ് 220 എല്ലാ രീതിയിൽ. അത് ഓൺ റോഡ് അല്ലേ? ഓൺ റോഡ് ആക്കിയപ്പോ അപ്പൊ വീട്ടിലോട് തന്നെ വീട്ടിലോളി. ഇതിന്റെ അകത്ത് നമ്മളെ സ്റ്റണ്ട് ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഫുൾ സ്റ്റണ്ട് ബൈക്കാ. ഇത് സ്റ്റണ്ടിനായിട്ട് മാത്രം ഇറക്കുന്ന ബൈക്കാണ് കേട്ടോ. ഇത് ഓഫ് റോഡിനായിട്ട്. അതിപ്പോ കുറച്ച് പേരുണ്ട് ഡ്രിഫ്റ്റൊക്കെ അടിച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് കേട്ടോ. അതിന്റെ അടയാളമാണ് ഇവിടെ കാണുന്ന. കുറച്ച് കളച്ച് വെച്ച് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് വാമപ്പായതാണ്. ഡ്രിഫ്റ്റൊക്കെ ഏകദേശം മുമ്പത്തെ അത്ര ആയില്ലെങ്കിലും ഏകദേശം ഒക്കെ കേട്ടോ. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇനി കാണിച്ചു തരാം. ആദ്യത്തെ അത് വീഡിയോ എടുക്കടാ അറിയാം. വാമപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരെണ്ണം കൂടി പോ. നമ്മളെ 220 ഇതാ ബാക്ക് സീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യത്തെ വണ്ടിയുടെ സീറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് കയറ്റിട്ടുണ്ട്. നൗഫാൻ ജസ്റ്റ് ഒന്ന് വീലടിക്കാനായിട്ടാണ് കേട്ടോ. പ്രാർത്ഥന വേണം. ഓക്കെ, എടുത്തിട്ട് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ആദ്യം കാണിക്കാൻ പോണോ? ആദ്യം ഇത് ഏറും കാര്യങ്ങളൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്തിനാണ് കുറയ്ക്കുന്നത്? അപ്പം
നമുക്ക് ഉള്ള ഇത് വെച്ച് പറ്റുന്നതൊക്കെ ചെയ്യാം. സർക്കിൾസ് നോക്കാം. ഓക്കെ. സ്ട്രെച്ച് ഒക്കെ അടിക്കുകയാണെങ്കിൽ വണ്ടി കണപ്പണ ഈ ടയർ ആയതുകൊണ്ട് നമുക്ക് നോക്കാം, പറ്റുമോ നോക്കാം. ഓക്കെ. ആദ്യം നമ്മൾ 220 1 ഹാൻഡ് സർക്കിൾ അടിക്കാൻ വേണ്ടി പോകാനായിട്ടാ. എടുത്തോടാ, ക്യാമറ എടുത്തോടാ. നൗഫാനാണ് വീഡിയോ. അയ്യോ അത് കിട്ടിയില്ല. ക്യാമറ എടുത്തതാണ്. അപ്പൊ കയ്യിൽ നിന്ന് പോയല്ലേ. എന്റെ കിളിക്കൂടും പറഞ്ഞു വണ്ടി എല്ലാം കൂടി ഇപ്പൊ ചിക്ലി ആയത്. ക്രാഷ് കാർ മാത്രമേ അടിക്കൂ. സേഫ്റ്റി, ഫുൾ സേഫ്റ്റിയാണ്. ഇത് നല്ലതുപോലെ ബോഡി ബാലൻസ് ചെയ്ത് അടിക്കാൻ പറ്റുന്നോളൂ. ടയർ സീനായതുകൊണ്ട് അതിന്റെ ഇടയിലാണ് വെകിളിത്തരങ്ങാണ്. ഒന്നും കൂടെ അടിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ തല ഇറങ്ങുന്നു. പൊളിയല്ലേ പൊളിയല്ലേ. തെറ്റി. അവൻ്റെ തല ഇറങ്ങണം ആദ്യത്തെ. എന്തൊരു 1 ഹാൻഡ്, ലൈഫ് ടൈം 1 ഹാൻഡാ. ഇത് പോണ കിളി പറന്ന്. എങ്ങനെയുണ്ട്? നല്ല ബാലൻസ് കിട്ടിയല്ലേ. അങ്ങ് വെള്ളം കണക്ക് പോയിക്കോണ്ടിന്ന്. ഒരു വണ്ടി എന്താണ് അടിപൊളി എന്ന് വെച്ചാൽ വേറെ ലെവല്. മിസ്സിങ്ങും കാര്യങ്ങളും അടിക്കുന്നില്ല കേട്ടോ. ആ ഒരു ഫ്ലോ. അവിടെ സ്റ്റണ്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ച ആ ഭാഗം വീലടിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ വണ്ടിയിൽ. ടയർ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എയറും കുറച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിൽ വീലടിക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഇതിൽ മാത്രമല്ല സ്റ്റണ്ട് ചെയ്യണം. നമ്മളെ മെയിൻ സ്റ്റണ്ട് ബൈക്ക് ഇതാണ് കേട്ടോ. അതിലിപ്പോൾ ചെയ്യണമെന്ന് ഒരു വണ്ടിയിൽ ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല. അപ്പോൾ അങ്ങനെ മാത്രമാണ് ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത്. ഓക്കെ. ഈ ഒരു വീഡിയോയിൽ താഴെ മിക്കാറും കുറേ നെഗറ്റീവുകളൊക്കെ ആയിരിക്കും. 390 കിട്ടിയപ്പോൾ 220 കൊണ്ട് സ്റ്റണ്ടിന് ഇറക്കി, അത് വേണ്ടേ ബ്രോ എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ 220 കൊണ്ടുവന്ന് 220 മാത്രം ഉള്ളപ്പോഴും ഞാൻ 220 കൊണ്ടുവന്ന് സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓരോ ക്രേസുകളാണ് ഇതൊക്കെ, ഓരോ ആഗ്രഹങ്ങൾ. അതിങ്ങനെ ചെയ്തതാണ്. വണ്ടിയും കൊണ്ട് എന്തൊക്കെ കാണിച്ചാലോ, ഓഫ് റോഡ് പോയാലോ അല്ലെങ്കിൽ ചെളിയിൽ കൂടെ ഉഴുത് മറിച്ചാലോ എങ്ങനെയൊക്കെ പോയാലും വണ്ടി ഇപ്പോഴും നേരെ ചൊവ്വേ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കിയാൽ മതി. വണ്ടി ഇപ്പോഴും പൊളിയാണ്. ഒരു പുതിയ 220 ഓടിക്കുന്നതിനേക്കാളും നല്ല സുഖം ഈ ഒരു 220 കിട്ടും. എന്താണ് നമ്മൾ ഓടിച്ച ആദ്യത്തെ ബ്രോയും നൗഫാദ് ബ്രോയൊക്കെ പറഞ്ഞു കേട്ടാ. അത്രയ്ക്ക് വണ്ടി ഓക്കെ ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അതിപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ. 2 വണ്ടി കണക്ക് തന്നെ കേട്ടോ. അപ്പം എന്തൊക്കെ ചെയ്താലും സ്റ്റണ്ട് ചെയ്താലും ഓഫ് റോഡ് ചെയ്താലും വണ്ടി നമ്മൾ എപ്പോഴും പൊളിയായിട്ട് കൊണ്ടു നടക്കും. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്താൽ മതി. അത്ര വണ്ടിക്ക് വലിയ സീനും കാര്യങ്ങളൊന്നും വരത്തൊന്നുമില്ല. അതെ അതെ. അടുത്ത ദിവസം 390 നീ ഇതിന്റെ ഇടയ്ക്കിട്ട് അടിക്കാതാ. വലിയ ബിൽഡപ്പിലൊക്കെ കൊണ്ടുവന്നു ഡയലോഗ് അടിച്ച് പുര വെട്ടുമ്പോ വാഴ വെട്ടുമ്പോ പുര വെട്ടം എന്തിനാ പറയൂല. കയ്യിന്ന് പോയി. കൊല വെട്ടുമ്പോ വാഴ വെട്ടല്. ശേ, പുര വെട്ടുമ്പോ വാഴ എന്നോട് ആ പരിപാടി കാണിക്കല്ലേ നീ വെറുതെ. ഞാൻ നടന്ന് ഇനി നിങ്ങളെ ഡ്രിഫ്റ്റ് അടിക്കാം. അപ്പൊ കുറച്ച് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് വീലി അടിക്കും പുള്ളിക്കാരൻ. വീലിയൊക്കെ പിന്നെ ഡ്രിഫ്റ്റ് അതിന് സെറ്റ് ആക്കട്ടെ. ഒന്നുകൂടാ ഗായ്സ്. അപ്പോൾ നമ്മുടെ സനൽ ബ്രോദേ ഓഫ് റോഡ് അടിക്കുന്നു. അല്ല, ഇവിടെ നിന്ന് ചാടാൻ പോവാണ്. പൊളി കൊള്ളാം പൊളി. ഓ, ബ്രേക്ക് പിടിച്ചിട്ടാണോ?
ഹെൽമെറ്റ് ഓക്കെ. ഓ ഇപ്പൊ എന്റെ കാലയില് എന്റെ കാലടിച്ചാ എന്ത് പറ്റി? കാലടിച്ച് തിരിച്ച് ചവിട്ടാൻ പറ്റിയില്ല. തളനാ. ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് ഓക്കെ ഒരുപാട് ചെയ്തിട്ടോ, ഒരുപാട് ചെയ്ത് വീഡിയോ കണ്ടത് മാത്രമല്ല അല്ലാതെ കുറച്ചൊക്കെ ചെയ്ത് രസമായിരുന്നു. ഇതൊക്കെ എന്താണ് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഇതിലും. ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം എനിക്കൊരു ക്രൈസാണ്, അതിനോട് എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ അപ്പം ചെറുക്കം ചെറുക്കം പൊളി. എൻ്റെ ആദ്യത്തെ എന്താ ഫുഡ് ഡ്രാഗ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിയായിട്ട് അടിക്കുകയാണ്. അവിടെ ഒരിടത്താണ് കൊടുത്ത് അപ്പോൾ വലിയൊക്കെ അടിച്ച് നമ്മളെ ഓവർഫ്ലോ ബോട്ടിൽ ഇതാ ഫുള്ളായിട്ടുണ്ട്. അതിൻ്റെ പേരെന്തെന്ന് പനിനീർ ബോട്ടിലാണ് പറയുന്നത്. പനിനീർ ബോട്ടിൽ നിന്നാണ് കേട്ടോ. ഒരു തുള്ളി പെട്രോൾ പോലും നമ്മൾ വെളിയിൽ കളയത്തില്ല, എല്ലാം സേവിങ്സ് ആണ്. എല്ലാം സേവിങ്സ് ആണ്. കാരണം നിസ്സാര പൈസ സ്വർണ്ണത്തിൻ്റെ ഒന്നും വിലയുണ്ട് ഇപ്പം. തിരിച്ചു കയറ്റും ഇതൊന്നും. ഈ പനിനീർ ബോട്ടിൽ സെറ്റ് ചെയ്യാതെ ആരും സ്റ്റണ്ട് ചെയ്യരുത്. സ്റ്റണ്ട് ചെയ്താൽ നിങ്ങൾക്ക് പൈസ ഉള്ളവർ സ്റ്റണ്ട് ചെയ്തു. അത് മടക്കി ഇത് ഇങ്ങനെ എന്താ ഇത് നിക്കറിന്റെ പള്ളിയാ അല്ലേ തറ. ഓക്കെ അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റാൻഡിങ് ആരംഭിക്കുന്നു. അപ്പോൾ കുറേ കറങ്ങിയതാ. അവസാനമായിട്ട് നമ്മുടെ നൗഫാദ് ഇതാ കുറച്ച് സ്റ്റണ്ടിങ് കാര്യങ്ങൾ കാണിക്കുകയാണ് നമ്മളെ അതിൻ്റെ വണ്ടിയിൽ. അപ്പോൾ ഇതും കൂടെ കുറച്ച് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഭാഗം കേട്ടോ. പൊളി. ഇവൻ്റെ വണ്ടി ഡ്രിഫ്റ്റ് അടിച്ചപ്പോൾ കണ്ട ഒരു അടയാളം പോലും ഇല്ല. നമ്മളെ വണ്ടി ഡ്രിഫ്റ്റ് അടിച്ചതിൻ്റെ അടയാളമാണ് ഇതാ. അത് നോക്കി പക്കാ ട്രാക്ടർ പോയാണെന്നിരിക്കണം. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതാ. അപ്പോൾ ഇവിടെ വെച്ച് വേണ്ടപ്പോഴൊക്കെയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ദിനാസിന് പോകും കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ അടിച്ചോണ്ടോ വീഡിയോ വൈൻഡപ്പാക്കാം. വീഡിയോ വൈൻഡപ്പാക്കാനായിട്ട് പോകാനപ്പോൾ വൈൻഡപ്പാക്കാൻ പോവാണോ? അപ്പോൾ നമ്മളെ സ്റ്റണ്ടിങ്ങിനെ പറ്റി എന്തെങ്കിലും പറയണ്ടോ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ്. പിന്നെ സ്റ്റണ്ടിങ് ചെയ്യുന്നവരെ അടുത്ത് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നോക്കി കണ്ടൊക്കെ ചെയ്യുക. കാരണം വീണ് കഴിഞ്ഞാൽ ഒരു സുഖമൊന്നും കാണത്തില്ല. അത്രേ പറയാനുള്ളൂ. അപ്പം ഗൈസ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം കമൻറ്റ് ബോക്സ് താഴെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകളൊക്കെ അതിൻ്റെ അകത്ത് അയക്കാം. ഓക്കെ അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരയ്ക്കും ഗുഡ് ബൈ.